നമസ്കാരം, എല്ലാവർക്കും വിൻമയ് കിച്ചണിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു മുളക് ബജ്ജി ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ ബജ്ജി മുളക് എടുത്തിട്ടുണ്ട് കുറച്ച്, പിന്നെ ഒരു 2 കപ്പോളം കടലമാവ് എടുത്തിട്ടുണ്ട്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു 3 ടീസ്പൂൺ 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെള്ളം വേണം, ഒരു 2 ടീസ്പൂണ് വിനാഗിരി വേണം. വിനാഗിരി ഇല്ലെങ്കിൽ കുറച്ച് പുളിനാരങ്ങ നീരായാലും മതി. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം കായം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ വറക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. നമുക്ക് മുളക് ആദ്യം ഒന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഈ മുളക് എടുത്തിട്ട് ഒരു പകുതി ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതില്ലേ ഈ കുരുവെല്ലാം ഒന്ന് ചെറുതായിട്ട് ഫുള്ള് കീറിപ്പോറ് ചെറുതായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലുള്ള ഇതെല്ലാം എടുത്ത് കളയണം. നമുക്കിത് വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് നിറയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് കീറിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഇതെല്ലാം കുരുവെല്ലാം നമുക്ക് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ഫില്ലിങ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ച സവാളയിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് കുഴക്കേണ്ടതിന് ആവശ്യമായിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലും കുറച്ച് കായം വേണം, പിന്നെ പഞ്ചസാര. ഇത്രയും നമുക്ക് കൈ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മുളകിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. അരിക്കൊന്നും വേണ്ട, കുറച്ച് പുറത്ത് വരാത്ത രീതിയിൽ നമുക്കിതിങ്ങനെ ഉള്ളിൽ വെച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഫുള്ള് കീറി പോകാണ്ട് ശ്രദ്ധിക്കണം, അധികം നിറഞ്ഞ് പുറത്ത് വരാണ്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ എല്ലാ മുളകും നമുക്ക് ചെയ്തിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പോളം കടലമാവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ അരിപ്പൊടിയും വെള്ളം ചേർത്തിട്ട് ഒരു ടൈറ്റ് തന്നെ, അധികം ലൂസില്ലാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നത് മിക്സാക്കി കൊടുക്കാം.